الشيطان الرجيم بسم الله الرحمن الرحيم ذكر وفاته رضي الله عنه. അത് നമ്മളെ ചർച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിനെ പറ്റിയാണ് പറയുന്നത്. അൻ അംർ ഇബ്നു മൈമൂൻ ചുരുക്കത്തിൽ കുത്തിക്കൊന്നതാ. അൻ അംർ ഇബ്നു മൈമൂൻ എല്ലാവരും ശ്രോതാക്കളും സദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്താക്കി, ഗുഹയിൽ നിന്ന് കടിച്ച പാമ്പിന്റെ വിഷം ആസാദ് വന്നു. പിന്നെ ബാക്കി എല്ലാവരും ഷഹീദ് തന്നെയാണ്. ഇതൊക്കെ ചുരുക്കിട്ടേ പറയുന്നുള്ളൂ. കിട്ടിയ 105 109. അൻ അംർ ഇബ്നു മൈമൂൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് قال إني لقائم ما بيني وبين عمر إلا عبد الله بن عباس. ഞാന് നിൽക്കുന്നു, അത് നിസ്കരിക്കാൻ നിന്നാണ്. എൻ്റെ ഇടയിലും പിന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഇടയിൽ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് തങ്ങളെ ഉള്ളൂ. എപ്പോഴും അദാത്ത ഉസൈബ കുറ്റേറ്റ ആ സംസ്കാരത്തിലാണ്. ആ അവസരത്തിൽ അതിൽ എൻ്റെയും ഒന്ന് അംർ ഇബ്നു മൈമൂന്, അതുപോലെ ഉമർ ഇബ്നു ഖത്താബ്, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് രണ്ട് ഇടയിലുള്ളൂ. അപ്പൊ നേരെ കണ്ട അനുഭവം പറയല് അംർ ഇബ്നു മൈമൂൻ വകാന ഇദാ മർറ ബൈന സഫൈനി ഖാല ഇസ്തബൂ എന്ന് പറയും. രണ്ട് സഫിന്റെ ഇടയിൽ നടന്നാലായിരിക്കും വളമോ തിരിവുണ്ടെങ്കിൽ അത് ശരിയാക്കൽ ഇമാമിന്റെ കടമയല്ലേ, അനുസരിക്കൽ അതിനേക്കാണ് പുറത്തുവാണെന്നല്ലോ. ഇമാമ പറയാൻ സുന്നത്താണെങ്കിൽ അനുസരിക്കൽ വുജൂബാണ്. ഇസ്തബൂ എന്ന് പറയും, നേരെ നിൽക്ക്. അപ്പൊ സഫിന്റെ ഇടയിൽ ഇതില്ല, ഒരു ഖലലും ഇല്ലാന്ന് വന്നാൽ തഖദ്ദമ, മുന്നോട്ട് കയറിയിട്ട് തക്ബീർ ചൊല്ലും. ഒന്നിക്ക് സൂറത്ത് യൂസഫ് അല്ലെങ്കിൽ സൂറത്തു നഹ്ൽ അതുപോലത്തത് ഒന്നാമത്തെ റക്അത്തിൽ ഓതും. പിന്നെ കുറച്ച് നീട്ടിയാൽ പന്ത് ചേരാവുന്നാക്ക് ഒന്നാം റക്അത്ത് തന്നെ കിട്ടുമല്ലോ. ഇതാണ് ഹത്താ യജ്തമിഅ അന്നാസു, ജനങ്ങൾ കൂടുതൽ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട്. ഫമാ ഹുവ ഇല്ലാ അൻ കബ്ബറ, തക്ബീർ ചൊല്ലിയതേ ഉള്ളൂ. ഫസമിഅതു യഖൂൽ, അന്ന് പറയുന്നത് കേട്ടെന്താണ്, ഖതലനി ഔ അകലനിൽ കൽബു. ഒന്നെങ്കിൽ ഖതലനി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അകലനി, കൽബിന്റെ ഫായില് 4 എന്നെ തിന്നു അല്ലെങ്കിൽ എന്നെ കൊന്ന്. എപ്പോൾ ഹീനത്താനോ കുത്തേറ്റ അവസരത്തിൽ. അപ്പൊ സൂറത്തോതാനോ ഒന്നും അവസരമില്ല. ഇൽജു എന്ന് പറഞ്ഞാൽ അക്രമിയായ മനുഷ്യനല്ലേ, അയാള് ഓടി ബിസിക്കീന് റാത്തി തുറപ്പേന്, 2 ഭാഗത്തും മൂർച്ചയുള്ള ഒരു കത്തി. ലാ യമറു അലാ അഹദിൻ യമീനൻ വലാ ശിമാലൻ ഇല്ലാ തഅലഹു, ഇടത്തോട്ടോ വലത്തോട്ടോ അയാൾ നീങ്ങുന്നുണ്ട്, അവരെല്ലാം കുത്തി, എല്ലാം കുത്തി. ഹത്താ കാന 13 റജുലൻ, 13 ആളുകൾക്ക് കുത്തിയിട്ട് മാത മിൻഹും സബഅത്തുൻ, അപ്പോൾ 7 സഹാബികളായിരിക്കും, അതിൽ നിന്ന് മരിച്ചു. ഫലമ്മാ റഅ ദാലിക റജുലുൻ മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരാൾ ഈ കാഴ്ച കണ്ടപ്പോൾ തറഹ അലൈഹി ബുന്നസം, വലിയൊരു കോട്ട് കൊണ്ടുവന്നിട്ട് അയാളെ മേത്തിട്ടു. അയാൾക്ക് ഓടാൻ കഴിയാത്ത രൂപത്തിൽ. അപ്പൊ ഫലമ്മാ ദന്നൽ ഇൽജു, അക്രമി മനസ്സിലാക്കി അന്നഹു മഖൂദുടെ പിടികൂടുന്ന കണ്ടപ്പോൾ നഹര നഫ്സു, അയാൾ എന്താക്കി, കഴുത്തറുത്തിട്ട് സ്വയം ആത്മഹത്യ ചെയ്തു. സംഗതി മനസ്സിലായില്ല. അപ്പൊ മൂപ്പർ എന്താക്കി, കുത്തേറ്റില്ലേ. വതനാവല ഉമർ റളിയല്ലാഹു അൻഹു ബിയദി അബ്ദുർറഹ്മാൻ ഇബ്നു അബ്ബ്, തങ്ങളെ കൈ പിടിച്ചിട്ട് പക്കന്തമോ, നിങ്ങൾ ഇമാമത്ത് നിൽക്കുന്നുണ്ട് മുന്നോട്ട്. അപ്പൊ ഫമയലി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആള് ഫഖദ് റഅ അല്ലദി അറക, ആ സംഭവങ്ങളൊക്കെ കണ്ടു. ഇന്നത്തെ മാതിരി വെളിച്ചമൊന്നും ഉണ്ടാവില്ലല്ല, ഒരു രാത്രിയല്ല ഉണ്ടാകില്ല. മസ്ജിദി, പള്ളിയുടെ ചുറ്റുഭാഗത്തോ ഫൈനം ലാ യദറൂന, അവർക്ക് എന്താ സംഭവം ഒന്നും തിരിയുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു ശബ്ദം കേൾക്കാനില്ല എന്നത് ചോദിച്ചാല് കൈകെട്ടെന്ന് കേട്ടിട്ട് പിന്നെ വേറെ ശബ്ദമില്ല. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്നാക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു.
അപ്പൊ ഫസല്ലാ ബിഹിം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആണ് നിസ്കരിച്ചത് സലാത്തൻ ഖഫീഫ, ലഘുവായ നമസ്കാരം. കാരണം ഇവിടെ മൂപ്പർ ഫലമ്മൻ സറഫു നിസ്കാരം കഴിഞ്ഞപ്പോ കാല ചോദിച്ച് ഇബ്നു അബ്ബാസ് ഒന്നൂർ മങ്കത്തലിന് ആരാണ് എന്നെ കൊന്നത് എന്ന് ഒന്ന് നോക്കണം. അങ്ങനെ ഫജാല സാഅത്തൻ പിന്നീട് എന്താക്കി മൂപ്പർ കുറെ സമയം ഇങ്ങനെ പരിശോധിക്കാൻ വേണ്ടി നടന്നു. സുമ്മ ജാ പറഞ്ഞു ഗുലാമുൽ മുഗീറ, മുഗീറന്റെ അടിമക്കുട്ടിയാണ് കൊന്നത് എന്ന് പറഞ്ഞു. എന്താ ഈ മുഗീറന്റെ അടിമക്കുട്ടി എന്താക്കുന്നു കാരണം അതെന്തായാലും ബാക്കി തിരിയുള്ളൂ. മൂപ്പറൊക്കെ എന്താകും നയിച്ചിട്ട് ശമ്പളത്തിന്റെ ഇവന് കിട്ടുന്ന അധ്വാനത്തിന്റെ വിഹിതാളിക്ക് കൊടുക്കണം, മുഗീറ കൊടുക്കണം. അപ്പൊ ഇത് കുറച്ച് സംഖ്യ കൂടുതലായി പോയി എന്ന് ആർക്ക് ഈ ഗുലാമിന്റെ ഒരു തോന്നല്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു അടുക്കൽ ഒന്ന് പരാതി പറഞ്ഞ് അത് കുറച്ച് തരാൻ വേണ്ടി പറയണം. അപ്പൊ നീ എന്തെല്ലാം പണിയെടുക്കലുടൊന്നു, ഇന്നല്ല പണി, എത്ര വരുമാനം കിട്ടുന്ന വരുമാനം ധാരാളമുണ്ട്, എന്നിട്ടും ഈ കൊടുക്കുന്നത് കുറക്കാൻ വേണ്ടിയില്ലേ, ആയിക്കോട്ടെ ഞാനത് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് മൂപ്പറെന്താക്കി നൽകാൻ സമാധാനിപ്പിച്ച് വിട്ടു. അപ്പം തന്നെ തീരുമാനം എടുക്കാത്തത് കൊണ്ട് ഇവർക്ക് പക വന്നു. എന്നാ പിന്നെ ഞാൻ കാണിച്ചിരുന്നു. അതേ പക്ഷെ മുഗീറയോട് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ഒരു അടിമക്കുട്ടി വന്നിട്ട് പരാതി വന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് കുറച്ച് എളുപ്പം ചെയ്തു കൊടുക്കണേന്ന്. അപ്പൊ മുഗീറന്റെ കുട്ടിയാണ് കൊന്നത് എന്ന് പറഞ്ഞപ്പോ ഹസനൻ അവനോ ഖാല നഅം ഖാല ഖാതലഹുല്ലാഹ് ലഖദ് അമർതു ബിഹി മഅറൂഫ, ഈ കുട്ടിക്ക് വരുമാനം അടക്കുന്ന പൈസ കുറച്ച് കൊടുക്കണമെന്ന് ഞാൻ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അവന്റെ ആഗ്രഹം ഞാൻ പറ്റ നിരസിച്ചിട്ടില്ലല്ലോ. എന്നിട്ടോ അൽഹംദുലില്ലാഹില്ലദീ ലം യജഅൽ മൈതതി ബിയദി റജുലിൻ യദ്ദഇൽ ഇസ്ലാം, ഇസ്ലാമിനെ വാദിക്കുന്ന ഒരാളെ കൈ കൊണ്ടായില്ലല്ലോ എന്നുള്ള നിലയ്ക്ക് ഞാൻ എന്താക്കുന്നു, സന്തോഷിക്കുന്നു, ആനസ്തുടിക്കുന്നു. എന്നിട്ട് പറഞ്ഞു കത് കുന്ത, ആരോടാ പറയുന്നത്, ഇബ്നു അബ്ബാസ് തങ്ങളോട്, നിങ്ങളും അന്ത വാബൂക്ക് നിങ്ങൾ ഉപ്പാരാന്ന് അബ്ബാസ് തങ്ങൾ തുഹിബ്ബാനി യക്സറുൽ ഉലൂദു ബിൽ മദീന, മദീനയില് ഈ അന്യനാട്ടുകാരാ ജോലിക്കാരും പണിക്കാരും നമ്മളിവിടെ കാണുന്നില്ല, ബംഗാളികൾ വരും, പൊട്ടന്മാരും വരും, സംസാരിച്ച തലപ്പിലാന്ന് എടുക്കുന്ന ആളുകളും വരും. എന്താ പണി തിരിയുന്നില്ല, അങ്ങോട്ട് എന്താ പറയണ്ടി തിരിയുന്നില്ല, ഇവരെല്ലാം വന്നിട്ടല്ലോ പണ്ടെടുക്കല്. ഇങ്ങനെ മദീനത്ത് കയറുന്നതിന് ഒരു മുടക്കം വന്നില്ല. അപ്പൊ ആർക്കും കയറി വരാം. വക്കാനൽ അബ്ബാസു അക്തറുഹും റഖീഖൻ, അബ്ബാസ് തങ്ങൾക്ക് ധാരാളം ആളുകൾ കിട്ടും. അപ്പോ ആര് ഇബ്നു അബ്ബാസ് തങ്ങൾ ഫഖാല ഇൻ ശൈതാ ഫഅൽതു ഐ ഖതൽനാഹു, എന്നാ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഇവരെല്ലാം കൊന്നുകളി കെട്ടിയാൽ ചോദിച്ചു. قال كذبت بعدما تكلموا بلسانكم وصلوا الى قبلتكم وحجوا حجكم, അവർ വന്നിട്ട് നിങ്ങൾ സംസാരിക്കുന്ന നിങ്ങൾ ചെല്ലുന്ന അദ്കാറും ദിക്റും എല്ലാം ഉപയോഗിക്കുന്നുണ്ട്, അതോടെ നിങ്ങളെ ഖബീലയിലേക്ക് നിസ്കരിക്കുന്നുണ്ട്, ഹജ്ജും ചെയ്യുന്നുണ്ടെങ്കിൽ ഓറെന്താകും ലാഹിറുൽ മുസ്ലിമായി കണക്കാക്കും, ഓറൊന്നും ചെയ്യാൻ പറ്റില്ല. അള്ളാഹിനനുസരിച്ച് പോകണം. അപ്പൊ ഓരോ ദീനെന്താണോ അതൊക്കെ ഒന്നും നമുക്ക് തിരിയില്ല. നിക്കരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ കൊല്ലാൻ പറ്റൂല. ഏതായാലും ഫഹതുമിന റളിയല്ലാഹു അൻഹുനെ വഹിച്ചു കൊണ്ടുപോയി ഇലാ ബൈതിഹി, വീട്ടിലേക്ക്. ഫന്തലഖനാ മഅഹു, നമ്മൾ കൂടെ പോയി. അങ്ങനെയാണല്ലോ. വകഅന്ന الناس ലം തുസിബഹും മുസീബത്തുൻ ഖബല യൗമഇദിൻ, ആ ദിവസത്തിന്റെ മുമ്പ് ജനങ്ങൾക്ക് ഒരു മുസീബത്തും വന്നിട്ടില്ല എന്ന് പോലെ തോന്നിപ്പോയി. തങ്ങളെ വഫാത്തിന് ശേഷം പിന്നെ സംഭവിക്കുന്നതല്ലേ. ഫഖായിലുൻ യഖൂലു ലാ ബഅസ, സാരമില്ല, ഇനി ചികിത്സിച്ചാൽ മാറൂന്നൊരു കൂട്ടർ. വഖായിലുൻ യഖൂലു അഖാഫു അലൈഹി, അല്ല മൂപ്പർ വിട പറയും എന്ന് പേടിയാകുന്നുണ്ട്. ജനങ്ങൾ അപ്പൊ ചെറിയതേ ഉള്ളൂ, സാരമില്ലാന്ന് ഒരു കൂട്ടർ ഇതിനോട് മൂപ്പർ ഖാത്തിമത്തായി. അങ്ങനെ മുന്തിരിങ്ങ ജ്യൂസ് കൊണ്ടുവന്നിട്ട് കുടിച്ചപ്പോൾ പുറത്തേ കുടി ഒടുങ്ങി. സുമ്മ ഒത്തിയ ലബനൻ, പിന്നെ പാല് കൊണ്ടുവന്നിട്ട് ഫശരിബ, അത് കുടിച്ചപ്പോ ഫഖറദമിൻ ജുറഹിഹി, മുറിവിൽ കൂടി പുറത്തു പോകുന്നു. അവന്താക്കി അന്നഹു മയ്യിത്തുൻ, അപ്പൊ വഫാത്താകും എന്ന് വെച്ചാൽ ഇപ്പൊ വഫാത്തായി എന്നല്ല, കാരണം അതിനുശേഷം വസീയത്ത് പറയുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് പ്രവേശിച്ച്
ജനങ്ങള് ബഹുമാനപ്പെട്ട അമർ തങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് വലിയ മദനികൾ പറയുന്നുണ്ട്. യുവാവായ ഒരു മനുഷ്യൻ വന്നു. ഫഖാല അബ്ശിർ യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനെ സന്തോഷിച്ചോ, ബി ബുശ്റല്ലാഹി തആല ലക, നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു തആല നൽകുന്ന ബുശ്റ എന്താണെന്ന്, മീൻ സുഹബത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബിയാണ് നിങ്ങൾ. വഖിദമിൻ ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ നേരത്തെ വന്ന ആളാണ്. അസറത്തുൽ മുബശ്ശിരീൻ 2-ാം നമ്പറല്ലേ. പിന്നെ മാ ഖദ അലിംത, നിങ്ങൾക്കറിയാലോ. സുമ്മ ഉല്ലീത, നിങ്ങൾ എന്താക്കി, മുഅ്മിനീങ്ങൾക്ക് നേതാവായി അമീറായി. ഫഅദൽത, അതിൽ വളരെയധികം നീതി പുലർത്തി. സുമ്മ ഷഹാദ, ഇപ്പൊ ഷഹാദത്ത് കിട്ടുകയും ചെയ്ത്. അതുകൊണ്ട് എല്ലാ പദവിയുമായി. ഖാല, അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താണ്, വദിത്തു അന്ന ദാലിക കാന, നീ പറഞ്ഞ ഇതെല്ലാം തന്നെ കഫാഫൻ ലാ ലീ വലാ അലിയ, എനിക്ക് അനുകൂലമായിട്ടും വേണ്ട എനിക്ക് പ്രതികൂലമായിട്ടും വേണ്ട, എൻ്റെ കാര്യങ്ങൾക്കെല്ലാം കഫാഫ് എന്ന് പറഞ്ഞാൽ എനിക്ക് വല്ല പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ ഈ പ്രവർത്തനങ്ങളെ കൊണ്ട് പൊറപ്പിക്കപ്പെടുന്നതാവട്ടെ. കഫാഫാകലുന്നു. അപ്പൊ അന്നഹു മയ്യത്തുൻ എന്ന് പറഞ്ഞാൽ മരിച്ചതിന് ശേഷം ഈ വർത്താനം പറയൂലല്ലോ. ഫലമ്മ അത് പറ, ആ പറഞ്ഞ ആള് പിന്തിരിഞ്ഞു പോയോ, ഇതാ ഇസാറു യമസ്സുൽ അർദ്, അയാൾ കൊടുത്ത തുണി നിലത്തിട്ട് കുത്തുന്നുണ്ട്. കാല, അയാൾ മടക്കി വിളിച്ച് റുദ്ദു അലയ്യൽ ഗുലാം, ആ ഗുലാമിനെ ഇങ്ങോട്ട് വിളിക്കുന്നു. കണ്ടാ, കാല യബ്ന അഖി ഇർഫഅ സൗബക ഫഇന്നഹു അൻകാലി സൗബിക വഅത്കാലി റബ്ബിക, മോനെ ആ തുണി ഒന്ന് കയറ്റി കൊടുക്ക്, അതാണ് തുണിക്ക് വൃത്തിയുണ്ടാവലും റബ്ബിന് തക്കവയുള്ളതും അങ്ങനത്തെ കൊടുത്താണ്. അപ്പൊ ഇപ്പൊ മനസ്സിലായില്ലേ. അന്നഹു മയ്യിത്തുൻ എന്ന് പറഞ്ഞാൽ മൂപ്പനെ ജീവിച്ചിരിക്കൂല എന്ന് മനസ്സിലായി. ഇനി അബ്ദുല്ലാഹിബ്നു ഉമർ, അബ്ദുല്ലാഹിബ്നു ഉമർ ഉണ്ടല്ലോ, ഓറെ വിളിച്ചിട്ട് പറഞ്ഞു, ഉൻദുർ മാ അലയ്യ മിനദ്ദൈൻ, എനിക്ക് എത്ര കടം വീടാനുണ്ട് എന്നൊന്ന് നോക്ക്. ഫഹസബുഹു ഫവജദുഹു 87,000 ഔ നഹവഹു, 87,000 അൽഫ് അല്ലെങ്കിൽ അതിനോട് അടുക്കുന്ന സംഖ്യ കടം വീടാനുണ്ട്. അപ്പൊ ഖജനാവ് കൊള്ളടിക്കലാണ് ഇപ്പൊ ഉള്ളത്. കൊമട്ടിന്റെ സ്വത്തും കൈമലാക്കലേ. ആദ്യം പയ്യ മുതലായിരിക്കും. കൊമട്ടി കിട്ടിയ എന്താകും, അപ്പിന് കടക്കാരനാ, എനിക്ക് കട എടുന്ന് കിട്ടണം. കാല ഇം വഫാഹു മാലു ആലി ഉമർ, ഉമറിന്റെ കുടുംബക്കാർ അതിനെ പൂർണ്ണമായി വീട്ടിയെങ്കിൽ ബിൻ അമ്വാലിഹിം, അവരുടെ സ്വത്തിൽ നിന്ന് എടുത്തിട്ട് കടം വീട്ടണം. ഉമർ തങ്ങളുടെ കുടുംബം ഉണ്ടല്ലോ, മക്കളായിട്ടും മറ്റല്ലോ, അതിൽ നിന്ന് വഇല്ല, അത് പൂർത്തിയാകുന്നില്ല. എന്നാ ഫസൽ ഫി ബനി അദീബിന് കഅബ, മൂപ്പറ കുടുംബം ബനു അദിയാണല്ലോ, അവരും ചോദിച്ചോ എങ്ങനെ ആയാലും പൊതു സ്വത്ത് എടുക്കാൻ പറ്റൂല. ഫഇല്ലം തഫി, എന്നിട്ടും പൂർത്തിയാകുന്നില്ല. ഫസൽ ഫി ഖുറൈശിൻ, ഈ ബനു അദീനാക്കാണ് ആമായ കബീലയാണല്ലോ ഖുറൈശ്, ഖുറൈശിൻ. വലാ തഅദുഹും ഇലാ ഗൈരിഹിം, ഈ ഖുറൈശികളെ വിട്ട് പുറത്തു പോകണ്ടെന്ന്. ഈ മുതല് കടം വീട്ടണം. പിന്നെ ആയിഷ ബീബിയിലേക്കൊന്ന് പോകണം. ആയിഷ ബീബി ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹ എന്താണ്, ഫഖുൽ ലഹാ, ആയിഷ ബീബിയോട് ചോദിക്കണം, യഖറു അലൈക ഉമർ സലാം, ഉമർ ബീബി അലൈക്കി, ബീബിയുടെ മേൽ സലാം പറയുന്നുണ്ട്. അലാ തഖ അമീറുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞേക്കല്ലേ, ഉമർ എന്ന് മാത്രം പറഞ്ഞാൽ മതി, അമീറുൽ മുഅ്മിനീൻ എന്ന് പറയാൻ പാടില്ല എന്ന്. അതുകൊണ്ട് അതൊരു പദവിയാണ്. ആ പദവി വിചാരിച്ചിട്ട് എന്താകും, ആയിഷ ബീബി പറഞ്ഞ കാര്യം സ്വീകരിക്കണ്ട, അതൊരു സമ്മർദ്ദമായി പോകുമല്ലോ. ഞാനിപ്പോ ഞാൻ അമീറല്ല, ഇവിടെ പറയാൻ പോകുന്നല്ലേ. എന്താ പറയേണ്ടത്, ഉമർ ഇബ്നുൽ ഖത്താബ് അൻ യുദ്ഫന ഉമർ തങ്ങൾക്ക് 2 സാഹിബുണ്ട്. ആരൊക്കെ, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സയ്യിദുനാ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ട്. ആ കൂട്ടത്തിൽ എന്നെ മറ ചെയ്യണമെന്ന് ഒരാഗ്രഹമുണ്ട് എന്ന് ആയിഷ ബീബിയോട് ചോദിക്കും. ആയിഷ ബീബാണല്ലോ എൻ്റെ അധികാരി.
ഫമള അങ്ങനെ ആര് പോയി? അബ്ദുല്ലാഹി ബിൻ ഉമർ പോയി. വസല്ലമ അങ്ങനെ സലാം പറഞ്ഞു. വസ്തഅദന സമ്മതം ചോദിച്ചു. സുമ്മ ദഖല അലൈഹ നോക്കുമ്പോ ഫവജദഹ ഖായിദത്തൻ തബ്കി. ഈ കുത്തേറ്റ വിവരം പറഞ്ഞിട്ട് ആയിഷ ബീബി അടക്കറിയുന്നുണ്ട്. ഫഖാല യഖറു അലൈക ഉമർ സലാം പറഞ്ഞ പോലെ തന്നെ അമീറുൽ മുഅ്മിനീൻ പറഞ്ഞല്ല പറഞ്ഞു. ഉമർ സലാം പറഞ്ഞിട്ടുണ്ട്. യഖൂലു ലക്കി യസ്തഅദിനു അൻ യുദ്ഫന മഅ സാഹിബൈഹി വേറെ രണ്ട് കൂട്ടുകാരെ കൂടെ തന്നെ മറമാടണം എന്ന് സമ്മതം ചോദിക്കുന്നു. ഫഖാലത് അപ്പൊ ബീബി എന്താ പറഞ്ഞ്? കുന്തു ഉരീദുഹു എന്നാണ് അവിടെ വേണ്ടത്. അടന്തല്ലോ അച്ചടി വെച്ചിട്ടുണ്ട്. ഉരീദുഹു നഫ്സി ആ സ്ഥലം എനിക്ക് വേണ്ടി ഞാൻ കരുതായിരുന്നുണ്ട്. ഒന്ന് ഉപ്പയോ ഒന്ന് ഭർത്താവോ ഇല്ലേ? അപ്പൊ എന്താക്കും? തൊട്ട മുമ്പിൽ ഉപ്പുണ്ടാവും, അതിന്റെ അപ്പുറം ഭർത്താവ് ഉണ്ടാവും. അപ്പൊ മമ്പർത്തെല്ലാം പോയാൽ മതി. മമ്പർത്ത് ഹസൻ ജഫരി തങ്ങളുടെ കബറും തങ്ങൾ പാപ്പാന്റെ കബറും. അപ്പൊ ഒന്ന് ഉപ്പ ഹസൻ ജഫരിന്റെ മോള് കുത്തുബുസമാനാരായി ഭാര്യയായി. ഏതായിരിക്കട്ടെ, ഞാൻ എനിക്ക് വേണ്ടി കരുതിയതായിരുന്നു. എന്റെ നഫ്സിന്റെ ആഗ്രഹം പെട്ടിട്ട് ഉമർ തങ്ങൾക്ക് മുൻഗണന കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ചെറുക്കത്തിന് സമ്മതമായി അല്ലേ? ആ പക്ഷെ ആ സമ്മതം കൊണ്ട് എന്തായില്ല? ഉമർ ഞാൻ തിരുപ്പതിപ്പെട്ടിട്ടില്ല. അതെന്നെ പേടിച്ചിട്ടോ എന്നെ ആദരിച്ചിട്ടോ ഐബൻ നഫ്സിനോട് കൂടിയാണോ എന്നെയോ ഒന്നും അറിയുന്നില്ലല്ല. അതുകൊണ്ട് ഫലമ്മ അക്ബല അങ്ങനെ ചോദിച്ചാൽ തിരിച്ചു വന്നില്ലേ? തീര അബ്ദുല്ലാഹി ബിൻ ഉമർ ഖദ് ജാഅ. അബ്ദുല്ലാഹി ബിൻ ഉമർ സമ്മതം ചോദിച്ചിട്ട് വന്നിട്ടുണ്ട്. കാല അപ്പൊ അമീറുൽ മുഅ്മിനീൻ പറഞ്ഞെന്താ? ഇർഫഊനി എന്നൊന്ന് പൊന്തിക്കുന്നു. കടന്നെങ്കിലല്ലേ? ഒരാളെന്താക്കി താങ്ങി നിർത്തിയിട്ട് ഇരുത്തി. ഫഖാല മാ ലദൈക എന്താ അബ്ദുല്ലാ എന്താ കിട്ടിയ? ആയിഷ ബീബി പറഞ്ഞ മറുപടി ഖാല അല്ലദീ തുഹിബ്ബു യാ അമീറുൽ മുഅ്മിനീൻ അമീറുൽ മുഅ്മിനീന്റെ ഇഷ്ടം തന്നെ നടന്നിട്ടുണ്ട്. അദീനത്ത് എന്ന് പറഞ്ഞാല് സമ്മതം കിട്ടി. ഖാല അൽഹംദുലില്ലാഹ് മാ കാന ലീ ശൈഉൻ അഹമ്മ ഇലയ്യ മിൻ ദാലിക്. അതിനേക്കാണ് എനിക്ക് വലിയൊരു പ്രധാനപ്പെട്ട സംഗതി മറ്റൊന്നുമില്ല. ഫഇദാ അന ഖുബിൽതു ഫഹമിലൂനി എന്നെന്താക്കണം? മരിച്ചു കഴിഞ്ഞാല് എന്നെ ചുമന്ന് കൊണ്ടുപോയിട്ട് സുമ്മ സല്ലീം വഖുൽ യസ്തഅദിനു ഉമർ ഇബ്നുൽ ഖത്താബ്. ഇത് രണ്ടാമത്തെ സമ്മതം എടുക്കില്ല. എന്തുകൊണ്ട്? ഫഇൻ അദിനത ലീ ഫഅദ്ഖിലൂനി. അവിടുന്ന് രണ്ടാമതൊരു സമ്മതം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തോണം? എന്നെ കയറ്റുക. വയം റദ്ദത്തിനി വറുദ്ദൂനി ഇലൽ മഖാബിലിൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങളെ മഖാബർ ബഖിയായിരിക്കുമല്ലോ, അവിടത്തേക്ക് കൊണ്ടുപോയിക്കൊന്നു. വജാഅത്ത് ഉമ്മുൽ മുഅ്മിനീൻ. ഇനി അതോടെ കഴിഞ്ഞു. ഹഫ്സ അതുപോലെ വന്നിസാഉ യസിർന മഅഹ. ഹഫ്സ ബേബിയും വന്ന് പിന്നെ മറ്റ് സ്ത്രീകള് ഓരോ കൂടെ വന്നിട്ടുണ്ട്. ഫലമ്മാ റഅയ്നാഹാ ഖുംന കണ്ടാ ആ ബേബിമാരൊക്കെ വരുന്നത് നമ്മൾ കണ്ടപ്പോ എന്താക്കി? നമ്മളവിടുന്ന് സ്ഥലം മാറി കൊടുത്തു. പെണ്ണുങ്ങൾ കയറണ്ടേ? അവരെന്താക്കി? കയറിയിട്ട് കുറെ സമയം കരഞ്ഞു. അങ്ങനെ റിജാലിനോട് സമ്മതം ചോദിച്ച് പെണ്ണുങ്ങളെല്ലാം ഉള്ളിൽ കയറിയിട്ട് നോക്കുമ്പോ ഉള്ളിൽ നിന്ന് കരച്ചിലോടുള്ള വടയാണ്. കുറെ പെണ്ണുങ്ങന്മാർ കയറിയില്ലേ? ഫലമ്മ ഖുബില ഖറജനാ ബിഹി. അങ്ങനെ മൂപ്പർ വഫാത്തായപ്പോൾ അവൻ പുറത്തിറങ്ങിയിട്ട് പന്തലക്കിനാബിഹി ജനാസ കൊണ്ടുപോകുമല്ലോ. ഫസല്ലമ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു സലാം പറഞ്ഞു. വഖാല യസ്തഹി ബിൻ ഉമർ. ഇത് രണ്ടാമത്തെ സമ്മതം ചോദിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു സമ്മതം ചോദിക്കുന്നു. ഖാല തദ്ഖിലുഹു ആകേറ്റിക്കോ അവിടെ പ്രവേശിപ്പിച്ചോന്നു. ഫഉദ്ഖില വഉദിഅ ഹുനാലിക മാ സാഹിബൈഹി. അവർ രണ്ട് സാഹിബിനെയും കൂടിയാണ് ഇപ്പം കിടക്കുന്നത്. മുമ്പിലാരി സയ്യിദുന സയ്യിദുൽ ആലമീൻ, രണ്ട് അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ, മൂന്ന് ഉമർ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ ഇറക്കിയിട്ട് ഇൻഫറദ ബി ഖനാജിൽ ബുഖാരി. وعن عثمان بن عفان رضي الله عنه റിപ്പോർട്ട് ചെയ്യുന്നു. قال انا آخركم عهدا بعمر. ഉമർ റളിയല്ലാഹു അൻഹുവിനെ അവസാനമായി കണ്ടത് ഞാനാ. ദഖൽതു അലൈഹി
ഞാൻ അവിടെ കയറി നോക്കുമ്പോൾ അബ്ദില്ല, മൂപ്പറ മകൻ അബ്ദുല്ലാന്റെ മടിയിലാണ് മൂപ്പർ തലവെച്ച് കിടക്കുന്നത്. അപ്പാണ് ആര് വന്നത്? ഉസ്മാൻ തങ്ങൾ. ഫഖാല ലഹു, അപ്പം മകനോട് പറയുന്നത് ഖദ്ദീബില്ലത്, മോനെ ആ മടിയിൽ നിന്ന് തലയെടുത്തിട്ട് ഭൂമിയിലേക്ക് വെക്കുക. കാല പഹൽ ഫഖദി വൽ അർദി ഇല്ല സമാ, എന്റെ മടിയിലായാലും ഭൂമിയിലായാലും എല്ലാം ഒരുപോലെ തന്നെ അല്ലേ? അപ്പോ മടിയിൽ നിന്ന് എന്തിനാണ് ഭൂമിയിലേക്ക് വെക്കുന്നത്? കാല ബക്ക് ഭൂമിയിലേക്ക് ഖദ്ദീബില്ലർദി ലാ ഉമ്മലക്ക, നീ എന്തിനാ അവിടെ കുറിച്ച് പറയുന്നു? അത് ഉമ്മയില്ല എന്ന് പറഞ്ഞാൽ അതൊരു വാക്കാണ്. ലാ ഉമ്മലക്ക അതെപ്പോ പറഞ്ഞ സ്ഥാനീയത്തി അവിസ്ഥാനിസത്തി, രണ്ടാമത്തേലോ മൂന്നാമത്തേലോ. എനിക്കാണ് വൈലി, എന്റെ ഉമ്മാക്കും വൈലി, എപ്പോൾ അള്ളാഹുവിന്റെ വക്കൽ നിന്ന് എനിക്ക് മഗ്ഫിറത്ത് കിട്ടാത്ത കാലത്തോളം വൈലാണ്. ഹത്താ ഖാലത്ത് നഫ്സുഹു മുബററഹബിൽ. قال سعد بن أبي وقاص رضي الله عنه طعن عمر يوم الأربعاء, ബുധനാഴ്ച ആണ് കുത്തേറ്റത്. ദുൽഹിജ്ജയിൽ നിന്ന് 4 ബാക്കിയുണ്ടെന്ന് പറയുമ്പോൾ അവസാനത്തിലേക്ക് 4 രാത്രി ബാക്കി ഏകദേശം 25. 23 ഹിജ്റ കൊല്ലം. യൗമുൽ അഹദിലാണ് മറമാടിയത്. അപ്പൊ എത്ര ദിവസം കഴിഞ്ഞ്? ബുധനും കഴിഞ്ഞ് വ്യാഴം വെള്ളി ശനി ഉണ്ടോ? സബീഹത്തെ ഹിലാലിൽ മുഹറം, മുഹറമിന്റെ തുടക്കത്തിൽ. കുത്തേറ്റെന്ന് പറഞ്ഞത് അതിപ്പോ അപ്പൊ 4 ദിവസം വന്നല്ല മനസ്സിലാകുന്നു. قال معاوية رضي الله عنه പറയുന്നു കാന ഉമർ ഇബ്നു 30 വസിത്തിൻ, 63 വയസ്സായിരുന്നു. അപ്പം തങ്ങളെപ്പോൾ തന്നെ. വഅനി ശഅബി പറയുന്നു, ശഅബി നമുക്കറിയാലോ, താമയങ്ങളിൽ വലിയ ആളോട് ചരിത്രം പറഞ്ഞില്ലേ. അന്ന അബൂബക്കർ ഖുബില വഹു ഇബ്നു 30 വസിത്തിൻ, സിദ്ദീഖ് തങ്ങളും 63-ലാണ്. വഅന്ന ഉമറ ഖുബില ഇബ്നു 30 വസിത്തിൻ, അപ്പൊ തങ്ങൾക്കോ മൂന്നാക്കും 63 വയസ്സ്. സാലിം ഇബ്നു അബ്ദുല്ലാഹിലാണ്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളുടെ മോനാണ് സാലിം, പേരക്കുട്ടിയല്ലേ? അത് ഉപ്പാപ്പേലിപ്പം ഒപ്പാത്തന്ന്. അന്ന ഉമറ എന്ന് പറഞ്ഞാൽ അന്ന ഉമറ ഖുബില വഹു ഇബ്നു 50 വസിത്തിൻ, 65 എന്നാണ് ആര് വന്ന് പേരക്കുട്ടി പറയും, സാലിം. വഖാല ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നത് കാന ഉമർ ഇബ്നു 60 വസിത്തിൻ, 66 വഖാല ഖതാദ പറയുന്നു ഇബ്നു 61 വസിത്തിൻ, 61. ചുരുക്കത്തിൽ കുറച്ച് ഖിലാഫുകളുണ്ട്. വസല്ല അലൈഹി സുഹൈബ് റളിയല്ലാഹു അൻഹു ആണ് ഇമാമത്ത് നിസ്കരിച്ചത്. വഖാല സുലൈമാൻ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു നാഹത്തിൽ ജിന്നു അലാ ഉമർ, ഉമർ റളിയല്ലാഹു അൻഹു വഫാത്തിനെ തുടർന്നിട്ട് ജിന്നുകൾ ഇങ്ങനെ പാട്ട് പാടുന്നുണ്ട്. അലൈക സലാമും മിൻ അമീരിൻ വബറകത് യദുല്ലാഹി ഫീ ദാകൽ അദീമിൽ മുമസ്സഖി قضيت أمورا ثم غادرت بعدها بوائق في أكمامها لم تفتقي ومن يسعى أو يركب جناحي نعامة ليدريك ما قدمت بالأمس يسبقي أبعد قتيل بالمدينة أظلمت له الأرض നടന്നോ അരിപ്പ് കൂടിയ മാതിരിണ്ട്. അവിടെ ബൈത്ത് സിയാദത്ത് കാണുന്നുണ്ടല്ലോ, അസുബക്കി. ഇപ്പൊ ശരി അരിപ്പ് ഉണ്ടാവും, അല്ല ബൈത്ത് കൊടുക്കൂലേ. ചുരുക്കത്തിൽ ഈ ജിന്നുകൾ പാടുന്നെന്താണ്? അതാ അലൈക സലാമുൻ, തങ്ങൾക്ക് സലാമുണ്ടാവട്ടെ, മിൻ അമീർ, അമീറിനാൽ ബാറക്കത്ത് അതിന്റെ ഫായിലാണ് യദുല്ലാഹി, അള്ളാഹുവിന്റെ കൈ എന്ന് പറഞ്ഞാൽ
അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ വലിയ ബർക്കത്തുണ്ട്. ഫീ ദാക്കൽ അദീമുൻ മുസ്തഖി, കുത്തേറ്റിട്ട് മുറിവേറ്റ് കിടക്കുന്ന ഈ ശരീരത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ വളരെ ബർക്കത്തിട്ടുണ്ട്. അപ്പൊ ഓരോ ശരീരത്തിലേക്കാണ് ഫീ ദാക്കൽ അമ്മി അദീമിൻ, അദീമിൽ നിന്ന് തൊലിന്ന് അർത്ഥം മുസ്തഖി. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട് ഭരണത്തിൽ. കുറെ ഫുതുഹാത്ത് ഉണ്ടാക്കി, പല നിയമങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞില്ലേ. പിന്നെ നിങ്ങൾ യാത്ര പറഞ്ഞു. അതിന് എന്തുണ്ട്, കുറെ ആഫാത്തുകളും ഇടങ്ങേറുകളുണ്ടോ, അത് എന്താക്കി പിരിഞ്ഞിട്ട് ഞാൻ വരാനിരിക്കുന്ന പലതിൽ കിട്ടും. അതുകൊണ്ട് ഇപ്പൊ ഫമൻ നടന്നാൽ എന്താക്കും, ഒരാള് ഓടുകയോ വാഹനമാക്കുകയോ ചെയ്ത് ജനാഹൈ നഹാമത്തിന് ഒട്ടകപ്പക്ഷിയുടെ ചിറകിൽ, ഇതിനാ നിങ്ങൾ എത്തിയ പദവിയിലേക്ക് എത്താൻ വേണ്ടിട്ട്. എന്നാ പറന്നിട്ട് തോക്കാന്നല്ലാതെ ഇന്നലെ വരെയും നിങ്ങൾ ഇവിടെ ചെയ്തു തീർത്ത പ്രവർത്തനങ്ങളെ കണ്ടെത്തിക്കാൻ വേണ്ടി പറഞ്ഞാൽ അതെന്താക്കും, തോറ്റുപോകും, അസ്മൂക്കാകും. മദീനത്തിൽ എന്താക്കിയ ഒരു കൊലപാതകം നടന്നല്ലോ, അമീറിനെ കൊന്നത്. ഭൂമി മുഴുവനും ഇരുട്ടായി മാറിയിരിക്കുന്നു. മുള്ളുകൾ പോലും ഇങ്ങനെ ഇളകുകയാണ്. അത് ജിന്നുകൾ പാടിയതാണ്. وعن جعفر بن محمد النبي ورمك نلون ريا هذا جعفر الصادق محمد الباقر أنا برم علي زين العابدين أنا برم حسين أنا برم علي رضي أهل بيت الله أنا برم بلا قال لما غسل عمر وكفنا عمر رضي الله عنه കുളിപ്പിച്ച് കഫൻ ചെയ്ത് وحمل على سريره അങ്ങനെ കട്ടുമ്പ വെച്ചല്ലോ. وقف عليه علي അലി റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ഫഖാല വല്ലാഹി മാ അലൽ അർദി റജുലുൻ അഹബ്ബ ഇലയ്യ അൻ അൽഖല്ലാഹ ബിസഹീഫതി മിൻ ഹാദൽ മുസ്ദാ ബിത്തൗബീൻ. അല്ലാഹുവിനെ തന്നെയാണ് സത്യം, അല്ലാഹുവിനെ എൻ്റെ ഏടുമായി കണ്ടുമുട്ടുന്നു. അതിന് എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ ഒരാള് ഈ വസ്ത്രം കൊണ്ട് ഇവിടെ കടത്തിയിരിക്കുന്ന ഈ വ്യക്തിനെ കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം ഈ തോബിലി പൊതിഞ്ഞു കിടക്കൂല്ലേ, ഇദ്ദേഹത്തിനെ കാണാൻ വലിയ മഹബൂബായ ഒരാളെ എനിക്കില്ല. ആരാണ് അബ്ബാസ് തങ്ങളെ പേരക്കുട്ടിയായി. അബ്ബാസ് തങ്ങളെ പേരക്കുട്ടിയല്ലേ. ഞങ്ങളെ ഉപ്പാപ്പ അബ്ബാസ് തങ്ങള് ഉമർ റളിയല്ലാഹു അൻഹു ഖലീലായിരുന്നു എന്നാണ്. നേരത്തെ ഖലീൽ പറഞ്ഞില്ലേ, വലിയ സുഹൃത്തുക്കൾ. ഫലമ്മാ ഉസൈബ ഉമർ റളിയല്ലാഹു അൻഹു ഈ സംഭവം നടന്നില്ലേ, ജഅല ഉപ്പാപ്പയായി യദുല്ലാഹ യുരിയഹു ഉമർ റളിയല്ലാഹു അൻഹു ഒന്ന് കാണിച്ചു കൊടുക്കണം ഫിൽ മനാമിൽ. ഖാല ഫറആഹു ബഅദ ഹൗലിൻ, ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് കണ്ടത്. വഹുവ യംസഹുൽ അർകാൻ, മുഖത്തിൽ നിന്ന് വേർപ്പിങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ഖാല മാ ഫഅൽത, എന്താ ഉമർ തങ്ങളെ അവസ്ഥ? ഖാല ഹാദാ അവാനു ഫലഗത്തു, ഞാൻ ഒഴിവായി തിപ്പത്, ഒരു കൊല്ലം എന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ആരാന്നിത്? ഇൻകാദ അർസീലഹുദ്ദു, എന്റെ കാട്ടിൽ വറക്കാൻ തുടങ്ങി. ചിലപ്പോൾ ലൗല അൻ ലഖീത റഊഫർ റഹീമായ അല്ലാഹനെ കണ്ടുമുട്ടിയിട്ടില്ലെങ്കിൽ എന്റെ കാര്യം വളരെ പോക്കാണ്, എന്റെ കാട്ടിൽ കുടുങ്ങിയെന്ന് പറഞ്ഞു. ഖാല ശൈഖ്, ആരാ ശൈഖ് എന്നുള്ള മുസന്നിഫ്? ഉമർ റളിയല്ലാഹു അൻഹു ചരിത്രത്തെ കുറച്ച് പറഞ്ഞത് കുറഞ്ഞു പോയി. അതിനേക്കാണ് കുറഞ്ഞ ആരത്? സിദ്ദീഖ് തങ്ങൾ. എന്താണ് അഖ്ബാർ ഉമർ റളിയല്ലാഹു അൻഹു മിൻ ഔലാ മസ്തക്തിറു മിൻഹു, ധാരാളമായി പറയാൻ പറ്റിയ ഒരാളെ കൂട്ടത്തിലാണ് ആര്? ഉമർ റളിയല്ലാഹു അൻഹു ഉള്ളത് അല്ലേ. വഇന്ന മഖ്തസർതു ഹാവന, പിന്നെ ഇവിടെ ചുരുക്കിയത് അലാമാ ദക്കർതു മിന്നാ ലിഅന്നി ഖദ് വളഅതു ലിമനാഖിബിഹി വഅഖ്ബാരിഹി കിതാബൻ കബീറൻ. മൂപ്പറ മനാഖിബ് പറയാൻ വേണ്ടിയിട്ട് വലിയൊരു കിതാബ് ഞാൻ വേറെ എഴുതിയിട്ടുണ്ട്. യജ്മഉഹാ, അതെല്ലാം ഒരുമിച്ച് കൂട്ടിക്കൊണ്ട്. അതുകൊണ്ട് ഫമൻ അറാദ ഇസ്തിആബ അഖ്ബാരിഹി ഫൽയൻദുർ ഫീ ദാലിക, മൂപ്പറ ചരിത്രങ്ങൾ വിശാലമായി അറിയാൻ ഉദ്ദേശിച്ചെങ്കിൽ ആ കിതാബ് നോക്കിയോ. വസ്സലാം.
മുസന്നിഫ പറയുന്നു. ഇടക്കിടക്കേ പറയും ഇന്നാളെ കിതാബ് എഴുതിയിട്ടുണ്ടെന്ന്. എല്ലാം ഞാന് അവസാനമായി കണ്ടത് ഞാനൊന്നല്ലേ. അത് തവാളുവിന് വേണ്ടിയിട്ടിരിക്കും. അതായത് മടിയിൽ നിന്ന് തലെടുത്തിട്ട് ഭൂമിയിലേക്ക് വെച്ചാണ്. ഏത് മകനോടല്ലേ പറയുന്നത്? ആദ്യം മൂപ്പറ് ഉമർ റളിയല്ലാഹുവിന്റെ തലാരിലുണ്ട്, മകൻ അബ്ദുല്ലാനെ ഒടിയിലുണ്ട്. അപ്പം അബ്ദുല്ലാനോട് പറയുന്ന ആരുപ്പ ഷഹീദ് ഇത് ഉസ്മാൻ റളിയല്ലാഹു അനുഭവസ്ഥൻ അല്ലേ. ബഖാല ലഹു ദഇ ഖദ്ദി ബില്ലർദി. അതെ, അപ്പൊ എന്റെ മടിയിൽ വെച്ചാലും ഭൂമിയിൽ വെച്ചാലും കണക്കന്നല്ലേ എന്നാ മകൻ പറയുന്നു. അവസാനം എന്താക്കി നിർബന്ധിച്ച്. അത് തവാദുഅല്ല. വൈലി വൈലു ഉമ്മി ഇല്ലം യുഗ്ഫർ ലി. ചുരുക്കത്തിലാട്ടെ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്, അലി റളിയല്ലാഹു അൻഹു ഉണ്ട്,